ഏകാദശി നോറ്റാൽ പുണ്യമുണ്ടെന്നു മാത്രമല്ല, ഏകാദശി ദിവസം ഭക്ഷണം കഴിച്ചാൽ പാപം തന്നെ ഉണ്ടാവുമത്രേ. ഏകാദശി നോറ്റ് പിറ്റേ ദിവസം പകലുറങ്ങിയാൽ ഏകാദശിയുടെ ഫലം മോഹിനി അപഹരിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. ഈ ഒരു മനോഹരമായ കഥ കേൾക്കാം. ഏകാദശിയുടെ മഹാത്മ്യവും രുക്മാംഗത ചരിതവും കേൾക്കാം. ഒരിക്കൽ ഋഷധ്വജൻ്റെ പുത്രനായ രുക്മാംഗദൻ എന്ന പേരായൊരു രാജാവുണ്ടായിരുന്നു. അയോധ്യയായിരുന്നു അദ്ദേഹം വസിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഒരു യഥാർത്ഥ വിഷ്ണുഭക്തനും ധർമ്മനിഷ്ഠനുമായിരുന്നു അദ്ദേഹം. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും അഗ്രഗണ്യസ്ഥാനം വഹിക്കുന്ന ഏകാദശി വ്രതം ക്രമമായിട്ട് അനുഷ്ഠിച്ചു പോന്നു അദ്ദേഹം. എന്നു മാത്രമല്ല, എല്ലാ പ്രജകളെ കൊണ്ടും ആ ഉത്തമമായ വ്രതം അനുഷ്ഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ രാജ്യത്തിൽ അത് നിർബന്ധമാക്കി. തൻ്റെ രാജ്യത്തിലെ പ്രജകളിൽ 8 വയസ്സിനും 80 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആരെങ്കിലും ഏകാദശി ദിവസം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരെ നാടുകടത്തുകയോ വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയോ ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജശാസനം. ഈ ഒരു വിളംബരം അദ്ദേഹം എല്ലായിടത്തും നടത്തി. എല്ലാ ദശമി ദിവസവും ഈ രാജശാസനം പെരുമ്പറ കൊട്ടി നാടെങ്ങും അദ്ദേഹം അറിയിച്ചു കൊണ്ടിരുന്നു. രുക്മാംഗദ മഹാരാജാവ് ഏകാദശി വ്രതത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുവാൻ ഇടയാക്കിയൊരു കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. വിഷ്ണുഭക്തനായിരുന്ന രുക്മാംഗദൻ തൻ്റെ പൂജയ്ക്ക് വേണ്ടുന്ന ഉത്തമ പുഷ്പങ്ങൾക്കായിട്ട് സ്വന്തമായൊരു പൂന്തോട്ടം നിർമ്മിച്ച് അതിൽ പൂച്ചെടി വളർത്തി വന്നു. അപൂർവമായ ഒട്ടനേകം പൂച്ചെടികൾ വളർത്തിയിരുന്ന പൂന്തോട്ടത്തിന് കാവൽക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ വിടർന്നു വന്നിരുന്ന പുഷ്പങ്ങൾക്ക് ദിനം പ്രതി കുറവ് സംഭവിക്കുന്നതായിട്ട് കണ്ടറിഞ്ഞ കാവൽക്കാർ വിവരം മഹാരാജാവിനെ അറിയിച്ചു. അവയെല്ലാം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കിയ മഹാരാജാവ് കാവൽക്കാരുടെ കൂടെ ഒരു ദിവസം രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരുന്നു. അർദ്ധരാത്രിയായപ്പോൾ ദിവ്യമായൊരു വിമാനം വന്നിറങ്ങുന്നതായിട്ടും അതിൽ നിന്നും സുന്ദരികളായ സ്ത്രീകൾ ഇറങ്ങി വന്ന് ഈ പൂക്കൾ അറുത്തു കൊണ്ടുപോകുന്നതും രാജാവ് കണ്ടു. അങ്ങനെ അദ്ദേഹം ഓടിച്ചെന്ന് വിമാനത്തിൻ്റെ മേലെ ഒരു കൈയും വെച്ച് തടഞ്ഞുകൊണ്ട് അവരാരാണെന്നും എന്തിനാണ് ഈ പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നത് എന്നും ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് തങ്ങൾ അപ്സരസ്സുകളാണെന്നും അപൂർവങ്ങളായ ഈ പുഷ്പങ്ങൾ ദേവലോകത്തേക്ക് കൊണ്ടുപോകുവാൻ വരുന്നതാണെന്നും അവർ മറുപടി പറഞ്ഞു. മഹാരാജാവ് സ്പർശിച്ച കാരണം ആ വിമാനം ഉയരുകയില്ല എന്നും പതിവായിട്ട് ഏകാദശി വ്രതം നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കുന്ന ആരെങ്കിലും അത് സ്പർശിച്ചാൽ മാത്രമേ അത് ഉയരുകയുള്ളൂവെന്നും അവർ രാജാവിനെ അറിയിച്ചു. അങ്ങനെ രാജാവ് ഭൃത്യന്മാരെ വിളിച്ച് തങ്ങളുടെ രാജ്യത്ത് നിഷ്ഠയോടുകൂടി മുടങ്ങാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ കൽപ്പിച്ചു. പതിവായിട്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നൊരു വൃദ്ധയെ അവർ കണ്ടുമുട്ടി. അവരാ സ്ത്രീയെ പല്ലക്കിൽ കയറ്റി രാജാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിച്ചു. സന്തുഷ്ടനായ രാജാവ് അവരോട് പല്ലക്കിൽ നിന്നിറങ്ങിച്ചെന്ന് ആ വിമാനം സ്പർശിക്കുവാൻ അപേക്ഷിച്ചു. ആ വൃദ്ധ അപ്രകാരം ചെയ്യുകയും വിമാനം അപ്സരസ്സുകളെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്തു. ഏകാദശിയുടെ മഹാത്മ്യവും അനുഷ്ഠാന രീതിയും അവരോട് ചോദിച്ചു മനസ്സിലാക്കി രാജാവ്. അതിനുശേഷം യാത്രയാക്കിയ മഹാരാജാവ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനും പ്രജകളെ കൊണ്ട് നിർബന്ധമായിട്ടും അനുഷ്ഠിപ്പിക്കുവാനും തുടങ്ങി. ആദ്യമെല്ലാം ജനങ്ങൾ ഈ രാജശാസനയെ ഭയം കൊണ്ട് മാത്രം അനുസരിച്ചു പോന്നു. എന്നാൽ കാലക്രമേണ ജനങ്ങളെല്ലാം സ്വമനസ്സാലെ തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ തുടങ്ങി. എല്ലാവരും പ്രഭാതത്തിന് മുൻപേ തന്നെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലങ്ങളിലും സ്വന്തം വീടുകളിലുമെല്ലാം ഇരുന്ന് ഭഗവാന്റെ നാമം ഉച്ചരിക്കുവാനും സ്തോത്രങ്ങൾ ചൊല്ലുവാനും ആരംഭിച്ചു. പ്രജകളുടെ സൽപ്രവർത്തിയുടെ ഫലമായിട്ട് നാടെങ്ങും ഐശ്വര്യം കളിയാടി. മാത്രമല്ല, എല്ലാവരും വൈകുണ്ഠലോകത്തേക്ക് പോകുവാനും തുടങ്ങി. അങ്ങനെയിരിക്കെ രാജ്യത്തിലുണ്ടായ ഈ ഒരു പുതിയ മാറ്റം കണ്ട് യമധർമ്മ രാജാവിന് അല്പം സംശയമുണ്ടായി. കാരണം എല്ലാവരും വൈകുണ്ഠത്തിലേക്കല്ലാതെ തൻ്റെ ലോകത്തിലേക്ക് വരുന്നില്ല. അങ്ങനെ ഒരു നില അദ്ദേഹത്തിന് ഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കി മാറ്റി. അദ്ദേഹം സത്യലോകത്തേക്ക് ചെന്നു. എന്നിട്ട് ബ്രഹ്മദേവനോട് തൻ്റെ സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മാവട്ടെ യമധർമ്മരാജാവിനോട് വിഷ്ണു ഭഗവാനെ സ്മരിക്കുന്നതിൻ്റെ മാഹാത്മ്യം വിവരിച്ചു പറഞ്ഞു. ഭഗവാനെ ഒരിക്കൽ ഭക്തി പുരസരം നമസ്കരിച്ചാൽ 10 അശ്വമേധത്തിൻ്റെ ഫലം ലഭിക്കുമെന്നും പുനരാവൃത്തിരഹിതമായ മോക്ഷം പ്രാപിക്കുമെന്നും ഹരി എന്ന നാമം ഒരിക്കലെങ്കിലും ഉച്ചരിച്ചാൽ കുരുക്ഷേത്രം, കാശി മുതലായ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ച പുണ്യം ലഭിക്കുമെന്നും മറ്റും ബ്രഹ്മദേവൻ യമദേവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. എങ്കിലും യമദേവൻ്റെ പ്രീതിക്ക് വേണ്ടി അദ്ദേഹം സർവാംഗസുന്ദരിയായൊരു മോഹിനിയെ സൃഷ്ടിച്ച് കാര്യമെല്ലാം ധരിപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ചു.
അങ്ങനെ ഭൂമിയിലേക്കെത്തിയ മോഹിനി മന്ദരപർവ്വതത്തിൽ ഒരു ശിവലിംഗത്തിൻ്റെ സമീപത്തുള്ളൊരു ഊഞ്ഞാലിൽ ആടിക്കൊണ്ടും ഘനാലാപം ചെയ്തുകൊണ്ടും ഇരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അതിന് സമീപമുള്ള വാമദേവ മഹർഷിയുടെ ആശ്രമം സന്ദർശിച്ചിട്ട് ആധ്യാത്മികമായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് മടങ്ങുകയായിരുന്ന രാജാവ് രുക്മാംഗത മഹാരാജാവ് മോഹിനിയുടെ ഒരു സംഗീതം കേൾക്കുവാനും അവളെ കാണുവാനും ഇടയായി. അങ്ങനെ മോഹിനിയെ കണ്ട മാത്രയിൽ തന്നെ രാജാവിൻ്റെ മനസ്സൊന്നിളകി. അദ്ദേഹം വിവാഹാഭ്യർത്ഥനയുമായിട്ട് അവളെ സമീപിച്ചു. താൻ എന്തു തന്നെ ചെയ്താലും തന്നോട് എതിര് പറയുകയില്ല എന്ന വ്യവസ്ഥ സ്വീകരിച്ചാൽ താൻ വിവാഹത്തിന് സമ്മതിക്കാമെന്ന് മോഹിനി പറഞ്ഞു. തൽക്കാലത്തെ മാനസികാവസ്ഥയിൽ രാജാവ് ആ വ്യവസ്ഥ അംഗീകരിക്കുന്നു എന്ന് സത്യം ചെയ്ത് അവളെയും കൂട്ടി രാജധാനിയിലേക്ക് മടങ്ങി. സുന്ദരിയായിരുന്നു എന്നു മാത്രമല്ല, മോഹിനി രാജ്യകാര്യങ്ങളിൽ പോലും നിപുണയായിരുന്നു. അതിനാൽ തന്നെ കൂടുതൽ കാര്യക്ഷമമായിട്ട് രാജ്യം ഭരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം ക്രമേണ അവൾക്ക് വശംവദനായി തീരുകയും ചെയ്തു. അപ്പോഴും രാജാവ് ഏകാദശി വ്രതം മുടക്കിയില്ല. വ്രതാനുഷ്ഠാനത്തിനായിട്ട് പ്രജകളെ ആഹ്വാനം ചെയ്യുന്ന ഭേരീനാദവും നടന്നു. എന്നാൽ മോഹിനിക്ക് അത് ഒട്ടും രസിച്ചില്ല. അതെല്ലാം പ്രാകൃതങ്ങളായ ആചാരങ്ങളാണെന്നും അതൊന്നും തുടർന്നു കൊണ്ടുപോകുന്നത് തനിക്ക് സമ്മതമല്ലെന്നും അവൾ രാജാവിനോട് പറഞ്ഞു. നിയമലംഘനം ചെയ്യുന്നവർ ശിക്ഷാർഹരാണെന്ന് രാജാവ് പറഞ്ഞപ്പോൾ മോഹിനി ഭീഷണിയുടെ രൂപത്തിൽ ചിരിച്ചുവെന്നു മാത്രമല്ല, ചില മുനിമാരെ കൊണ്ട് അതെല്ലാം നിർത്താൻ രാജാവിനെ ഉപദേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. മോഹിനിയുടെ ആ മാദക രൂപത്തിൽ ഭ്രമിച്ചു പോയ താൻ ഒരു വലിയ കെണിയിൽപ്പെട്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് ബോധമുണ്ടായത്. എന്തു തന്നെ വന്നാലും അദ്ദേഹം ഏകാദശി വ്രതം മുടക്കിയില്ല എന്നു മാത്രമല്ല, ഭഗവാൻ ഒരു മാർഗം തുറന്നു കൊടുക്കുമെന്ന് അടിയുറച്ച വിശ്വാസത്തോടുകൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഏകാദശി വ്രതം മുടക്കണമെന്ന തൻ്റെ ആവശ്യത്തിന് രാജാവ് വഴിപ്പെടുകയില്ല എന്ന് കണ്ടപ്പോൾ മോഹിനി അദ്ദേഹത്തിനോട് മറ്റൊരു കാര്യം പറഞ്ഞു. തന്നോട് ചെയ്ത സത്യം പരിപാലിക്കപ്പെടണം എങ്കിൽ തൻ്റെ ആവശ്യം നിറവേറ്റിക്കൊടുക്കണം എന്നതായിരുന്നു മോഹിനിയുടെ വാദഗതി. അതെന്താണെന്ന് രാജാവ് ചോദിച്ചപ്പോൾ മകനായ ധർമാംഗതനെ അമ്മയുടെ മടിയിൽ കിടത്തി രാജാവ് വാളുകൊണ്ട് അവൻ്റെ ശിരസ് ഛേദനം ചെയ്യണം എന്നതായിരുന്നു അവളുടെ മറുപടി. അത് കേട്ട രാജാവ് പെട്ടെന്ന് ക്ഷോഭിച്ചുവെങ്കിലും അതെല്ലാം സ്വയം അടക്കി ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച് ആ ദിവസം കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ധർമാംഗതൻ മാതാവായ സന്ധ്യാവലിയോട് കൂടി പിതാവിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ അദ്ദേഹത്തിന് എന്തോ പന്തികേടുണ്ട് എന്നവർക്ക് തോന്നി. എന്താണ് അദ്ദേഹത്തിൻ്റെ ആ മനോവ്യത എന്ന് മകൻ ചോദിച്ചു. അപ്പോൾ ഭഗവത് ധ്യാനത്തിലിരുന്ന അദ്ദേഹം അത് കേട്ടില്ല. എന്നാൽ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഈ മോഹിനിയായിരുന്നു. സംഭവങ്ങളെല്ലാം അവൾ സന്ധ്യാവലിയെയും ധർമാംഗതനെയും ധരിപ്പിച്ചു. ധർമാംഗതന് അത് കേട്ടിട്ട് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. അങ്ങനെ വിവരങ്ങളെല്ലാം കേട്ടറിഞ്ഞ പൗരന്മാർ രാജധാനിയിലെത്തി. ധർമാംഗതൻ തൻ്റെ പിതാവിൻ്റെ സത്യം പരിപാലിക്കുന്നതിനായിട്ട് ജീവൻ വെടിയുവാൻ ഒരുങ്ങി അമ്മയുടെ മടിയിൽ പോയിരുന്നു. പൗരാവലി എല്ലാവരും ആ സമയത്ത് വളരെ വിഷമത്തോടുകൂടി നിന്ന സമയത്ത് തിളങ്ങുന്ന വാളുമായിട്ട് രുക്മാംഗത മഹാരാജാവ് ആ രംഗത്തേക്ക് പ്രവേശിച്ചു. വ്രതകർഷയും പതിവ്രതയും ആയ ആ സന്ധ്യാവലിയെയും തൻ്റെ പിതാവിന് വേണ്ടി പ്രാണൻ വെടിയുവാൻ ഒരുങ്ങിയ തൻ്റെ സ്നേഹഭാജനമായ മകനെയും ഒരു നോക്ക് കണ്ട ശേഷം ഭഗവാനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെൻ്റെ ഈ കൃത്യത്തിൽ പ്രസാദിക്കണമേ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ മകനെ വെട്ടുവാനായിട്ട് വാളോങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ ആ വാള് തടയപ്പെടും. രാജാവിൻ്റെ വാള് തടഞ്ഞത് മറ്റാരുമായിരുന്നില്ല, താൻ അത്രയും കാലം മനോമുകുരത്തിൽ ആരാധിച്ചു കൊണ്ടു നടന്നിരുന്ന ലോകൈകനാഥനായിരുന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു. ഏകാദശി വ്രതാനുഷ്ഠാനത്താലും സത്യപരിപാലനത്താലും തൻ്റെ ഇഷ്ടനായിരിക്കുന്നു താങ്കൾ എന്ന് കാണിക്കുവാൻ വേണ്ടി തുഷ്ടോഹം എന്നിങ്ങനെ 2 പ്രാവശ്യം അരുളി ചെയ്തുകൊണ്ട് ആ നീരധനിപൻ ശംഖചക്രഗദാ പത്മാദികൾ ധരിച്ച 4 തൃക്കൈകളോടും ശ്രീവത്സവും കൗസ്തുഭവും വനമാലയും വിളങ്ങുന്ന വക്ഷസ്സോടും പീതാംബരം ധരിച്ചും ആ തിരുവരയോടും കൂടി രുക്മാംഗത മഹാരാജാവിൻ്റെ മുൻപിൽ വിളങ്ങി നിന്നു. രാജാവും പത്നിയും പുത്രനും രോമാഞ്ച കഞ്ചുകത്തോടും ബാഷ്പപരിപൂരിതമായ നേത്രങ്ങളോടും കൂടി ആ ദിവ്യമൂർത്തിയുടെ മുൻപിൽ പ്രണമിച്ചു. അപ്പോഴേക്കും പരമേശ്വരനും ബ്രഹ്മാവും ദേവന്മാരും എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞു. രാജാവ് സകുടുംബം എല്ലാവരെയും വന്ദിച്ചു. അനന്തരം അവർ യമരാജൻ്റെ ആ മൂർധാവിൽ ചവിട്ടിക്കൊണ്ട് അവിടെ ഇറങ്ങി വന്ന ഒരു ദിവ്യ വിമാനത്തിൽ കയറി ആദിനാരായണമൂർത്തിയുടെ ആസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് പോയിട്ട്
ഭഗവത് സായുജ്യം പ്രാപിച്ചു. അവസരത്തിൽ ജലാന്തർഭാഗത്ത് നിന്ന് തപസ് ചെയ്തുകൊണ്ടിരുന്ന കുലഗുരുവായ വസിഷ്ഠമുനി തനിക്ക് തപോവിഘ്നം സംഭവിച്ചതിൻ്റെ കാരണം ആ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടറിഞ്ഞ് മോഹിനിയെ ശപിച്ച് ഭസ്മമാക്കി മാറ്റി. എന്നാൽ കമണ്ഡലുവിലെ ജലം തളിച്ച ബ്രഹ്മാവ് അവളെ പുനർജീവിപ്പിച്ചു. അവൾ അവിടെ സന്നിഹിതനായിരുന്ന ഒരു വസുവിൻ്റെ കൂടെ ഭൂമിയിലുള്ള തീർത്ഥങ്ങളിലെല്ലാം ചുറ്റി നടന്നുവെത്രേ. വസുവിനോടൊപ്പം അപ്രകാരം സർവ്വ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്താൽ പാപനിവൃത്തി ലഭിക്കുമെന്നും ദശമീ സ്പർശമുള്ള ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ വ്രതഫലം അവൾക്ക് ലഭിക്കുമെന്നും ദേവന്മാർ അവളെ അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെ ദശമിയുടെ അധിപൻ യമദേവൻ ആകയാലാണ് ദശമീ സ്പർശമുള്ള ഏകാദശി വർജ്യമായത്. ദശമീ സ്പർശമുള്ള ഏകാദശിക്ക് മോഹിനി വിദേഹാദേശി, അതായത് മോഹിനിക്ക് വിദേഹാദേശി എന്നും ഒരു പേര് വന്നു. ഏകാദശി നോറ്റാൽ പുണ്യമുണ്ട് എന്നു മാത്രമല്ല, ഏകാദശി ദിവസം ഭക്ഷണം കഴിച്ചാൽ പാപവുമുണ്ട്. ഏകാദശി നോറ്റ് പിറ്റേ ദിവസം പകലുറങ്ങിയാൽ ഏകാദശിയുടെ ഫലം ഈ മോഹിനി അപഹരിക്കുമെന്നും ഒരു വിശ്വാസം കൂടിയുണ്ട്. സനൽകുമാര നാരദ സംവാദ രൂപത്തിലുള്ള നാരദീയ പുരാണത്തിൽ രുക്മാംഗദന്റെ പാവനമായ ചരിത്രം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. മാതാതാവും വസിഷ്ഠമുനിയും തമ്മിലുള്ള സംവാദത്തിൻ്റെ രൂപത്തിലാണ് ഈ ഒരു മനോഹരമായ കഥയുള്ളത്. ഹരേ കൃഷ്ണ.